പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യ യൂണിറ്റ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് എന്ന യൂണിറ്റ് 4 ക്ലാസ്സുകളിലൂടെ ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്കീം പ്രകാരം ക്ലാസ് റൂമുകളിൽ 12 പിരീഡുകൾ കൊണ്ട്, അപ്പോൾ ഏകദേശം 9 മണിക്കൂർ സമയമെടുത്ത് പഠിപ്പിച്ചു തീർക്കേണ്ട ഒരു അധ്യായമാണ്, യൂണിറ്റാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും സമയമെടുത്ത് പഠിപ്പിക്കേണ്ട ഒരു പാഠഭാഗമാണ് കേവലം 4 ക്ലാസ്സുകളിലൂടെ ഇവിടെ പൂർത്തിയാക്കുന്നതിന് ഞാനൊരു ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില കുറവുകളും വിട്ടുപോകലുകളുമൊക്കെ വന്നിട്ടുണ്ടാകും. അത് സ്വാഭാവികവുമാണ്. ഇനി ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില ഭാഗത്ത് ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടാകും എന്നെനിക്കുറപ്പാണ്. അത്തരത്തിൽ സംശയത്തിന് സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഉദാഹരണമായി എടുത്ത് ആ ആശയക്കുഴപ്പം ദൂരീകരിക്കാനാണ് ഞാനൊരു എളിയ ശ്രമം നടത്തുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ചാപ്റ്ററിൽ നിന്നും നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. ആശയക്കുഴപ്പം വരാൻ സാധ്യതയുള്ളതും ആയ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൽ 3 സർക്യൂട്ടുകൾ തന്ന് അതിലെ റെസിസ്റ്ററുകളുടെ ക്രമീകരണം തിരിച്ചറിയാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് സീരീസ് ആയാണോ അതല്ല പാരലലായാണോ അവ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അതിലെ ഒന്നാമത്തെ ചിത്രമാണ് ഈ കാണുന്നത്. ഇതിൽ റെസിസ്റ്ററുകളുടെ ക്രമീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഗണിതശാസ്ത്രപരമായി നോക്കിയാൽ ഇത് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്ററുകളുടെ ക്രമീകരണം ആ രീതിയിലല്ല പരിഗണിക്കേണ്ടത്. നമ്മൾ അന്ന് പറഞ്ഞു, ഒരു റെസിസ്റ്ററിൻ്റെ അഗ്രം അടുത്തതിൻ്റെ അഗ്രത്തോട് കണക്ട് ചെയ്യുക, തുടർന്ന് ഇങ്ങനെ ചെയിനായി ഒന്നിന് പിറകെ ഒന്നായി കണക്ട് ചെയ്യുന്നതാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറയുന്നു, ഇത് സീരീസ് ക്രമീകരണമാണ്. ഇനി ഇത്തരത്തിൽ കൂടുതൽ കൺഫ്യൂഷനുള്ള സർക്യൂട്ടുകൾ തന്നാൽ അതറിയാനുള്ളൊരു മാർഗം, സീരീസ് ആണോ എന്നറിയാനുള്ളൊരു മാർഗം നോക്കുക. ഞാനിപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവിലാണ് ഞാൻ എൻ്റെ മൗസ് പോയിൻ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. R1 എന്ന റെസിസ്റ്ററിലൂടെ കടന്ന് ഇതിലൂടെ വന്ന് R2യിലൂടെ കടന്ന് ഇങ്ങനെ വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്ന കാര്യം, R1യിലൂടെ ഒഴുകുന്ന അതേ വൈദ്യുതി തന്നെയാണ് R2യിലൂടെയും കടന്നു പോകുക. അപ്പോൾ ഒരേ കറണ്ട് തന്നെയാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ അളവ് എന്ന അർത്ഥത്തിലല്ല, ഒരേ കറണ്ട് തന്നെയാണ് എല്ലാ റെസിസ്റ്ററുകളിലൂടെയും കടന്നു പോകുന്നതെങ്കിൽ അതിനെയാണ് നാം സീരീസ് ആയി പരിഗണിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരഗ്രം, ഒരു റെസിസ്റ്ററിൻ്റെ അഗ്രം രണ്ടാമത്തേതിനോട് കണക്ട് ചെയ്ത് അങ്ങനെ മാല പോലെയാണെങ്കിൽ അത് സീരീസ് ആണെന്ന് പറയാം. ചില സർക്യൂട്ടുകളിൽ പ്രഥമ ദൃഷ്ടിയിൽ നമുക്കത് വ്യക്തമായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ മതി. അതായത് കൈ കൊണ്ടൊന്ന് മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രണ്ടിലൂടെയും, ഇനി 3 ഉണ്ടെങ്കിൽ ആ 3 ഒഴുകുന്നത് ഒരേ കറണ്ടാണെങ്കിൽ അതിനെ നമുക്ക് സീരീസ് കണക്ഷനായി പരിഗണിക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന റെസിസ്റ്ററുകളെ സീരീസ് ആയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചിത്രം നോക്കൂ. ഇവിടെയും കാഴ്ചയിൽ R1, R2 എന്നിവ, R3 എന്നിവ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഞാനൊരു ക്ലാസ്സിൽ കാണുകയുണ്ടായി, താഴെ കണക്ട് ചെയ്യുന്നതാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുകയുണ്ടായി. അത് ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം. അപ്പോൾ താഴെയാണോ ഇടത്തും വലത്തുമാണോ എന്ന് നോക്കിയല്ല ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ കുറേ റെസിസ്റ്ററുകൾ ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, കാഴ്ചയിൽ സമാന്തരമാണ് അല്ലെങ്കിൽ പാരലലാണ് എന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് സീരീസ് കോമ്പിനേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രീതി എന്ന് വെച്ച് നോക്കൂ. പോസിറ്റീവിൽ നിന്ന് കറണ്ട് പുറപ്പെടുന്നു, ഇവിടെ വന്ന് R1യിലൂടെ കടന്ന് അതേ കറണ്ട് തന്നെയാണ്
R2 വരുന്നത്, അത് അതേ കറണ്ട് തന്നെയാണ് R3 വരുന്നത്, എന്നിട്ട് നെഗറ്റീവിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ R1 R2 R3 ഒഴുകുന്നത് ഒരേ കറണ്ട് ആയതുകൊണ്ട് ഇത് ഒരു സീരീസ് കണക്ഷനാണ്. ഇനി നാം നേരത്തെ പറഞ്ഞ രീതിയിൽ, നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ രീതിയിൽ പറഞ്ഞാലോ? നോക്കൂ, ഒന്നാമത്തെ റെസിസ്റ്ററിൻ്റെ അഗ്രം രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ അഗ്രത്തോട് കണക്ട് ചെയ്തു, അതിൻ്റെ അറ്റം അടുത്ത റെസിസ്റ്ററിൻ്റെ അറ്റത്തോട് കണക്ട് ചെയ്തു. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് സർക്യൂട്ടുകളിൽ റെസിസ്റ്ററുകളുടെ ക്രമീകരണം ഏതു രീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒന്നുകൂടി തന്നിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം നോക്കൂ. ഇവിടെ ഇത് കാഴ്ചയിൽ സമാന്തരമാണ്, പാരലലാണ്. വസ്തുതാപരമായും ഇത് പാരലലാണ്. എന്തുകൊണ്ടെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ബാറ്ററിയിൽ ഇവിടെ വന്നു, വൈദ്യുതി വന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ കുറേ കറണ്ട് ഈ വശത്തേക്ക് ഒഴുകിപ്പോകുന്നു, തിരിച്ച് ഇങ്ങോട്ടും പോവുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ രണ്ടിലൂടെയും ഒഴുകുന്ന കറണ്ട് ഡിഫറൻറ്റ് കറണ്ടാണ്. ഇതിലൂടെ വരുന്ന ഒരു ഭാഗം കറണ്ട് R1 കടന്ന് ഇവിടെ എത്തുന്നു. അതുപോലെ ഈ കറണ്ട് ഇതിലൂടെ കടന്ന് ഇവിടെ വരുന്നു, രണ്ടും കൂടി ചേർന്ന് നെഗറ്റീവിലെത്തുന്നു. അതായത് ഇവിടെ R1 എന്ന റെസിസ്റ്ററിലൂടെയും R2 എന്ന റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങോട്ട് പ്രവഹിക്കുന്ന കറണ്ട് അല്ല ഇങ്ങോട്ട് പ്രവഹിക്കുന്നത്. അപ്പോൾ റെസിസ്റ്ററുകളിലൂടെ ഓരോന്നിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമാണെങ്കിൽ അത് നമുക്ക് പാരലലായ കണക്ഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതലായി തെറ്റുവരുത്താറുള്ള ഒരു ചോദ്യമാണ് ഇത്. ജൂൾസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് കൂടിയാൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും എന്ന ധാരണ രൂപപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് രണ്ടാമത്തെ സർക്യൂട്ടിലായതിനാൽ ഒറ്റയടിക്ക് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈ സർക്യൂട്ടിലായിരിക്കുമെന്ന് പറയാറുണ്ട്. ഇത്തരം സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ വ്യത്യസ്ത മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം. ഒരു രീതി ഇതാണ്. ഏതാണ് കൂടുതൽ ചൂടാവുക, ഏതിലാണ് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുക എന്ന ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ രണ്ടിലും വോൾട്ടേജ് ഈക്വൽ ആണെങ്കിൽ H ഈസ് ഈക്വൽ ടു V²T/R അല്ലെങ്കിൽ പവർ ഈക്വൽ ടു V²/R പ്രകാരമാണ് അതിനെ സമീപിക്കേണ്ടത്. അപ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ പവർ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലായിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാകും അഥവാ കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യും. ഇനി മറ്റൊരു രീതിയിൽ ഇതിന് ഉത്തരം പറഞ്ഞാൽ, ഒന്നാമത്തെ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കുറവാണ്, എന്നാൽ റെസിസ്റ്റൻസ് കുറയുമ്പോൾ അവിടെ കറണ്ട് കൂടുതലുണ്ടാകും. ജൂൾസ് നിയമം അനുസരിച്ച് ഹീറ്റ് ആശ്രയിക്കുന്ന ഘടകങ്ങൾ റെസിസ്റ്റൻസും കറണ്ടുമാണ്. അപ്പോൾ ആദ്യ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കുറവാണെങ്കിലും അവിടെ കറണ്ട് കൂടുതലുണ്ട്. രണ്ടാമത്തെ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കൂടുതലുണ്ട്, പകരം അവിടെ കറണ്ട് കുറവുമാണ്. ഹീറ്റ് കറണ്ടിൻ്റെ സ്ക്വയറിനനുസരിച്ചാണ് വർദ്ധിക്കുക, റെസിസ്റ്റൻസ് ആകട്ടെ ഫസ്റ്റ് പവറിനനുസരിച്ചാണ് വർദ്ധിക്കുക. അതായത് കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലാണ് റെസിസ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കുറവാണെങ്കിലും അവിടെ കറണ്ട് കൂടുതലായതുകൊണ്ട് ആദ്യ സർക്യൂട്ടിലെ, അതായത് കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിലായിരിക്കും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ പവർ ഉണ്ടാകുക. അപ്പോൾ വേണമെങ്കിൽ കാണാതെ ഓർത്ത് വയ്ക്കാം, രണ്ട് റെസിസ്റ്ററുകളെ താരതമ്യം ചെയ്യാൻ പറഞ്ഞാൽ അതിൽ ഏതിലാണ് ഹീറ്റ് കൂടുതലുണ്ടാകുക, പവർ കൂടുതലുണ്ടാകുക എന്ന് ചോദിച്ചാൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വോൾട്ടേജ് രണ്ടിലും ഒരുപോലെയാണെങ്കിൽ ഹീറ്റ് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലായിരിക്കും. അതായത് എവിടെയാണോ റെസിസ്റ്റൻസ് കുറവ് അവിടെയായിരിക്കും ഹീറ്റ് കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ഈ സർക്യൂട്ടുകളിൽ ഒന്നാമത്തെ സർക്യൂട്ടായ റെസിസ്റ്റൻസ് കുറവായ 10 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിലായിരിക്കും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക. ഇനി ഈ ചോദ്യം കാണുക. ഇവിടെയും വ്യത്യസ്ത റെസിസ്റ്ററുകൾ 10 ഓം 20 ഓം എന്നീ മൂല്യമുള്ള രണ്ട് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഏതിലാണ് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, തൊട്ടു മുൻപ് നാം വിശദീകരിച്ച അതേ ചോദ്യം തന്നെയാണത്. കഴിഞ്ഞ ചോദ്യത്തിൽ രണ്ട് സർക്യൂട്ടുകളിലായി 10 ഓമിനും 20 ഓമിനും
ഒരേ വോൾട്ടത നൽകിയിരുന്നു. ഇവിടെ ഒരേ സർക്യൂട്ടിൽ ഇവ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും 10 ഓമിലും 20 ഓമിലും ലഭിക്കുന്ന വോൾട്ടത ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയും വോൾട്ടേജ് രണ്ടിലും തുല്യമായതിനാൽ കുറഞ്ഞ റെസിസ്റ്ററിലാണ് കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. 10 ഓം റെസിസ്റ്ററിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും 20 ഓം റെസിസ്റ്ററിലേക്കാൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു റെസിസ്റ്റൻസ് വയർ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അതിനനുസരിച്ച് ഇപ്പോൾ ഇതിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. ചോദ്യം, ഇത് രണ്ടായി മടക്കി ഇതേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാൽ ഒരു നിശ്ചിത സമയത്ത് ഇതിൽ ഉണ്ടാകുന്ന ഹീറ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക എന്നാണ് ചോദ്യം. ഇതിനെ രണ്ടായി മടക്കുമ്പോൾ നീളം പകുതിയാകും. നീളം പകുതിയാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമനുസരിച്ച് റെസിസ്റ്ററിൻ്റെ നീളം ഹാവിടാകുമ്പോൾ റെസിസ്റ്റൻസും ഹാവിടാകും. അതായത് പകുതിയാക്കി മാറ്റുമ്പോൾ തൽഫലമായി അതിൻ്റെ റെസിസ്റ്റൻസ് നിലവിൽ എത്രയായിരുന്നുവോ അതിൻ്റെ പകുതിയായി മാറും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വണ്ണം, തിക്നെസ് ഇരട്ടിയാകുന്നൊരു കാര്യം കൂടി സംഭവിക്കും ഇവിടെ. അപ്പോൾ രണ്ടായി മടക്കുമ്പോൾ നീളത്തിലും മാറ്റമുണ്ടാകും, ലെങ്ത്തിലും മാറ്റമുണ്ടാകും, തിക്നെസ്സിലും മാറ്റമുണ്ടാകും. നീളം പകുതിയാകുക വഴി റെസിസ്റ്റൻസ് പകുതിയാകും. അതോടൊപ്പം വണ്ണം ഇരട്ടിയാകുക വഴി, ഡബിളാകുക വഴി റെസിസ്റ്റൻസ് ഒരിക്കൽ കൂടി പകുതിയാകും. സോ യഥാർത്ഥ റെസിസ്റ്റൻസ് എത്രയായിരുന്നുവോ അതിൻ്റെ 4/1 റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ടാകും. റെസിസ്റ്റൻസ് 4/1 മാറുമ്പോൾ രണ്ട് സന്ദർഭത്തിലും നൽകിയിരുന്ന വോൾട്ടേജ് ഒന്ന് തന്നെയാണ്. അപ്പോൾ H = V²T/R എന്ന സമവാക്യമനുസരിച്ച് എച്ചും ആറും ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അതിനാൽ ഇവിടെ റെസിസ്റ്റൻസ് 4/1 കുറഞ്ഞപ്പോൾ, 1/4 കുറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് 4 ഇരട്ടിയായി 4 ടൈംസ് ആയി വർദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊരു പ്രോബ്ലം നമ്മൾ പരിഗണിക്കുമ്പോഴും സാഹചര്യമനുസരിച്ചാണ് നമ്മൾ ഇക്വേഷനെ തിരഞ്ഞെടുക്കുക. ജൂൾസ് ലോയുടെ 3 ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഞാൻ പരിഗണിച്ചത് H = V²T/R ആണ്. റെസിസ്റ്ററുകളെ പാരലലായി കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുമെന്നും തൽഫലമായി സർക്യൂട്ടിൽ കറൻറ്റ് കൂടുമെന്നുമുള്ള ആശയം വ്യക്തമാക്കുന്നതിനുള്ള ഒരു ചോദ്യമാണ് ഇത്. ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിലെ കറണ്ട് എത്രയാകും, അല്ലെങ്കിൽ അമ്മീറ്റർ എത്ര റീഡിംഗ് കാണിക്കും എന്നാണ്. ഏതായാലും നമുക്ക് അതിനു മുൻപ് നിലവിൽ, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുൻപ് സർക്യൂട്ടിലെ കറണ്ട് കണ്ടെത്തുകൂടി ചെയ്താൽ കുറച്ചുകൂടി ആശയം വ്യക്തമാകും. സ്വിച്ച് ഓഫ് പൊസിഷനിലായിരിക്കുമ്പോൾ നിലവിൽ സർക്യൂട്ടിൽ 5 ഓം റെസിസ്റ്റൻസ് മാത്രമാണുള്ളത്. ഓംസ് ലോ അനുസരിച്ച് സർക്യൂട്ടിലെ കറണ്ട് I = V/R. V 10 ആണ്, നിലവിലെ റെസിസ്റ്റൻസ് 5 ആണ്. ദെൻ I = 10/5 2 ആംപിയർ എന്നാണ് കിട്ടുക. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫലത്തിൽ സർക്യൂട്ടിൽ 2 റെസിസ്റ്ററുകളാണ് ആക്റ്റീവ് ആകുക. പക്ഷേ അവ പാരലലായാണ്, സമാന്തരമായാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് നാം പഠിച്ചിട്ടുള്ള 2 സമവാക്യങ്ങൾ 1/R = 1/R1 + 1/R2 എന്ന സമവാക്യമോ അതല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്ത R = R1R2/R1 + R2 എന്ന സമവാക്യം ഉപയോഗിച്ചാലും നമുക്ക് റെസിസ്റ്റൻസ് കാണാം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം. ഇവിടെ നമുക്ക് ലഭിക്കുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 ഓം എന്നാണ് കിട്ടുക. അതായത് അപ്പർ ആമിലെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ഓം ആയി കുറയും. നേരത്തെ അത് 5 ഓം ആയിരുന്നു, ഇപ്പോഴത് 4 ഓം ആയി കുറയും. ദെൻ ഇപ്പോഴത്തെ കറണ്ട് I = V/R. വോൾട്ടേജ് പഴയത് തന്നെയാണ്, 10/4 = 2.5 എന്ന് ലഭിക്കും.
അതായത് ഒരു റെസിസ്റ്ററിന് പകരം 2 റെസിസ്റ്ററുകൾ ഉൾപ്പെടുത്തിയപ്പോൾ, അവ പാരലലായി ഉൾപ്പെടുത്തിയപ്പോൾ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയും തൽഫലമായി കറൻറ്റ് കൂടുകയും ചെയ്യുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. തൊട്ടുമുമ്പ് നാം ചർച്ച ചെയ്ത അതേ ചോദ്യം തന്നെ മറ്റൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. സർക്യൂട്ടിൽ നമുക്ക് കാണാം, ഒരു ലാമ്പുണ്ട്, 2 റെസിസ്റ്ററുകളുണ്ട്, ഒരു പവർ കൊടുത്തിട്ടുണ്ട്, 6 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യം, സ്വിച്ച് ഓൺ ആക്കിയാൽ ലാമ്പിൻ്റെ പ്രകാശത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, നിലവിൽ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ മാത്രമാണ് ഉള്ളത്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ 2 റെസിസ്റ്ററുകൾ പാരലലായി ബന്ധിപ്പിക്കപ്പെടും. സ്വാഭാവികമായും സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് നിലവിലുള്ളതിനേക്കാൾ കുറയുകയും കറണ്ട് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലാമ്പിൻ്റെ പ്രകാശം കൂടുകയും ചെയ്യും. ഇതിന് കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. 240 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കേണ്ട 40 വാട്ടിൻ്റെയും 60 വാട്ടിൻ്റെയും 2 ലാമ്പുകൾ സീരീസായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ വൈദ്യുതോപകരണങ്ങളെ പാരലലായാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സീരീസായാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് ലാമ്പിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നാണ് ചോദ്യം. ഇത് പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു വൈദ്യുതോപകരണം തന്നിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കണക്കാക്കാൻ ആവശ്യപ്പെടുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ 2 ഇൻഫർമേഷനാണുള്ളത്. ഒന്ന്, അതിൻ്റെ പവർ തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. വോൾട്ടേജ് മീൻസ് അത് പ്രവർത്തിപ്പിക്കേണ്ട വർക്കിംഗ് വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പോൾ പി ആൻഡ് വി ആർ നോൺ. അപ്പോൾ പവറിന് 3 ഇക്വേഷൻ ഉള്ളതിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സൗകര്യപ്രദമായ ഇക്വേഷൻ പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന ഇക്വേഷനാണ്. പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കാണേണ്ടത് ആർ ആയതുകൊണ്ട് അതിനെ തിരിച്ചെഴുതുമ്പോൾ ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് കിട്ടും. അത് വെച്ച് വിലകൾ ആരോപിക്കുമ്പോൾ 40 വാട്ട് പവറുള്ള ലാമ്പിന് 1440 ഓം റെസിസ്റ്റൻസ് ഉള്ളതായും, അതുപോലെ രണ്ടാമത്തെ ലാമ്പിന് 60 വാട്ടുള്ള ലാമ്പിന് 960 ഓം റെസിസ്റ്റൻസ് ഉള്ളതായും നമുക്ക് കിട്ടുന്നുണ്ട്. നാം ക്ലാസ് എടുത്തപ്പോൾ സൂചിപ്പിച്ചിരുന്നു, പവർ കൂടുതലുള്ള ഉപകരണങ്ങൾക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കുമെന്ന്. ഇവിടെ നാം പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്. ലോ പവറുള്ള ലാമ്പിന്, L1 എന്ന ലാമ്പിന് റെസിസ്റ്റൻസ് കൂടുതലുണ്ട്. കമ്പാരിറ്റീവ്ലി ഹൈ പവറുള്ള ലാമ്പിന് റെസിസ്റ്റൻസ് കുറവുമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അത് ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. ഇനി രണ്ടാമത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ ലാമ്പുകളെ ഏത് രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം. ഒന്നിന് പിറകെ ഒന്നായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിലെ ഏത് ലാമ്പിൽ നിന്നാണ് കൂടുതൽ പ്രകാശം ഉണ്ടാകുന്നത് എന്നാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ 2 ലാമ്പുകൾ ഉപയോഗിച്ചാൽ പവർ കൂടിയ ലാമ്പിൽ നിന്നാണ് പ്രകാശം കൂടുതൽ കിട്ടേണ്ടത്. അതിനുവേണ്ടിയാണ് നാം പവർ കൂടിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ലാമ്പ് വാങ്ങുന്നത്. ഇവിടെ ചോദിക്കുകയാണ്, ഇതിലേതിനായിരിക്കും കൂടുതൽ പ്രകാശം ലഭിക്കുക, ഏതിൽ നിന്നാണ് കൂടുതൽ പ്രകാശം ലഭിക്കുക. ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സർക്യൂട്ടിനെ ഒന്ന് വിശകലനം ചെയ്താൽ, 2 ഉപകരണങ്ങളാണ്, അതായത് 2 റെസിസ്റ്ററുകളാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെസിസ്റ്ററുകളെ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ നാം നൽകുന്ന വോൾട്ടേജ് അവയ്ക്കിടയിൽ വിഭജിച്ചു പോകും എന്ന് നാം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ 240 വോൾട്ടാണ് നൽകിയിട്ടുള്ളത്. ഓരോ ലാമ്പിനും 240 വോൾട്ട് ലഭിച്ചാൽ മാത്രമേ അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവറിൽ അവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. പക്ഷേ ഇവിടെ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ നൽകിയ 240 വോൾട്ട് 2 ലാമ്പുകളിൽ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ലാമ്പുകൾക്ക് ആവശ്യമായ 240 വോൾട്ട് ഓരോന്നിനും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവ രണ്ടും
ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയില്ല. രണ്ടിനും പൊതുവിൽ പ്രകാശം കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ചോദ്യം ഇതിലേത് ലാമ്പിൽ നിന്നാണ് കൂടുതൽ പ്രകാശം എന്ന് ചോദിക്കുമ്പോൾ രണ്ടിൽ വെച്ച് ഏതിലാണ് കൂടുതൽ പ്രകാശിക്കുക എന്ന് ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ പറയുന്നു, രണ്ട് ലാമ്പുകളും താരതമ്യേന കുറഞ്ഞ പ്രകാശത്തിലാണ് പ്രവർത്തിക്കുക. ഇനി അതിൽ തന്നെ ഏതാണ് കൂടുതൽ പ്രകാശം നൽകുക എന്നതാണ് ചോദ്യം. അതിനെ നമുക്ക് രണ്ട് തരത്തിൽ ഉത്തരം പറയാൻ പറ്റും. ഉത്തരം ഒന്ന് തന്നെയാണ്, ആ ഉത്തരം കണ്ടെത്തുന്ന മാർഗം രണ്ട് തരത്തിലാകാം. ഒന്നാമത്തെ മാർഗം ഞാൻ പറയുന്നത്, നൽകിയ വോൾട്ടേജ് 240, ഇവയെ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നൽകിയ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തു പോകും, വിഭജിച്ചു പോകും. ഇവിടെ വോൾട്ടേജ് വിഭജിക്കപ്പെടുന്നത് റെസിസ്റ്റൻസിൻ്റെ അതേ റേഷ്യോയിലായിരിക്കും. അതായത് ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസുകൾ ഏത് റേഷ്യോയിലാണോ ആ റേഷ്യോയിൽ തന്നെയായിരിക്കും വോൾട്ടേജുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ 40 വാട്ട് ലാമ്പിന് റെസിസ്റ്റൻസ് കൂടുതലായതിനാൽ 240 വോൾട്ടിൽ കൂടുതൽ വോൾട്ടത ലഭിക്കുന്നത് കുറഞ്ഞ പവറുള്ള ലാമ്പിനായിരിക്കും. അതുകൊണ്ട് രണ്ട് ലാമ്പുകളിൽ വെച്ച് താരതമ്യേന കൂടുതൽ പ്രകാശം നൽകുന്നത് 40 വാട്ട് ലാമ്പായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഇനി മറ്റൊരു മാർഗമുള്ളത്, രണ്ടും സീരീസായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും രണ്ടിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു I²R എന്ന ഇക്വേഷൻ പരിഗണിച്ചാൽ രണ്ടിലൂടെയും ഒഴുകുന്ന കറണ്ട് ഒരുപോലെയാണ്. അപ്പോൾ പവർ പിന്നെ ആശ്രയിക്കുന്നത് റെസിസ്റ്റൻസിനെ മാത്രമായിരിക്കും. അതുകൊണ്ട് 40 വാട്ട് പവർ ലഭിക്കേണ്ട ഉയർന്ന റെസിസ്റ്റൻസ് ഉള്ള ലാമ്പിനായിരിക്കും കൂടുതൽ പ്രകാശം ഉണ്ടാവുക. ഈ രണ്ട് തരത്തിലും നമുക്കിതിൻ്റെ ഉത്തരം വിശദീകരിക്കാൻ പറ്റും. ഇവിടെ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, ഒരേ വോൾട്ടതയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത പവറുള്ള വൈദ്യുതോപകരണങ്ങളെ, ഇലക്ട്രിക്കൽ ഡിവൈസസുകളെ സീരീസായി കണക്ട് ചെയ്താൽ ലോ പവറുള്ളതിൽ നിന്ന് കൂടുതൽ പവറും ഹൈ പവറുള്ളതിൽ നിന്ന് കുറഞ്ഞ പവറുമായിരിക്കും ലഭിക്കുക. എന്നാൽ ഇവയെ പാരലലായാണ്, അതായത് സമാന്തരമായാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പവറിനനുസരിച്ച് തന്നെ അതിന് പ്രവർത്തിക്കാൻ കഴിയും. അതായത് കൂടുതൽ പവറുള്ള ഉപകരണത്തിൽ നിന്നും കൂടുതൽ പവർ ലഭിക്കുകയും കുറഞ്ഞ പവറുള്ള ഉപകരണത്തിൽ നിന്ന് കുറഞ്ഞ പവർ ലഭിക്കുകയും ചെയ്യും. വൈദ്യുതോപകരണങ്ങളെ പാരലലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി അവസാന ചോദ്യം കാണുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഒരു ഉപകരണത്തിൻ്റെ മാർക്ക്ഡ് പവർ 100 വാട്ടാണ്. അത് വർക്ക് ചെയ്യിക്കേണ്ടത് 200 വോൾട്ടിലുമാണ്. ഇതിനെ 100 വോൾട്ട് നൽകി പ്രവർത്തിപ്പിച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പവർ എത്രയാണ് എന്നാണ് ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ്, 200 വോൾട്ടിന് പകരം അതിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജ് നൽകുമ്പോൾ പവർ കുറയുമെന്നുള്ളത് ഉറപ്പാണ്. അത് എത്രമാത്രം കുറയും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. പലപ്പോഴും ഇതിന് ഉത്തരം എഴുതുമ്പോൾ വോൾട്ടേജ് പകുതിയായി കുറഞ്ഞതുകൊണ്ട് പവറും പകുതിയായി കുറയും, അതുകൊണ്ട് ലഭിക്കുന്ന പവർ 50 വാട്ടായിരിക്കുമെന്നാണ് പലപ്പോഴും കുട്ടികൾ എഴുതാറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിവൈസിൽ നമ്മൾ വോൾട്ടതയിലാണ് മാറ്റം വരുത്തുന്നത്. രണ്ട് സന്ദർഭങ്ങളിലും റെസിസ്റ്റൻസ് ഒരുപോലെയാണ്. പവർ ഈസ് ഈക്വൽ ടു V²R എന്ന ഇക്വേഷൻ പരിഗണിക്കുമ്പോൾ രണ്ട് സന്ദർഭങ്ങളിലും, അതായത് 200 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുമ്പോഴും 100 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുമ്പോഴും റെസിസ്റ്റൻസിൽ മാറ്റമില്ലാത്തതുകൊണ്ട് നമുക്ക് P ഈസ് ഈക്വൽ ടു V²R എന്ന ഇക്വേഷൻ പരിഗണിക്കാം. അവിടെ Pയും Vയും, അതായത് പവറും വോൾട്ടതയും തമ്മിലുള്ള റിലേഷൻ കണ്ടാൽ അറിയാം, പവർ വോൾട്ടേജിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് 200-ൽ നിന്ന് 100 ആക്കി കുറച്ചിരിക്കുന്നു, ഹാവ്ഡ് ആക്കിയിരിക്കുന്നു, 1/2 ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ലഭിക്കുന്ന പവർ 1/2-വിൻ്റെ സ്ക്വയറായ 1/4 ആയി കുറഞ്ഞിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ 100 വാട്ട് ലാമ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വെറും 25 വാട്ടിലായിരിക്കും. അപ്പോൾ പൊതുവായി ഓർത്തു വയ്ക്കാവുന്നൊരു കാര്യമാണ്, വോൾട്ടേജിൻ്റെ സ്ക്വയറിനനുസരിച്ചാണ് പവറിൽ മാറ്റം വരുന്നത്. വോൾട്ടേജ് പകുതിയായാൽ പവർ 4/1 വോൾട്ടേജ് ഡബിൾ ആയാൽ പവർ 4 ടൈംസ് ആകും.
വോൾട്ടേജ് 1/3 ആയാൽ പവർ 1/3യുടെ സ്ക്വയറായ 1/9 കുറയും എന്ന് ഓർത്തു വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഏതൊരു ചോദ്യത്തിൻ്റെയും ഉത്തരം കണ്ടെത്താൻ കഴിയും. തൽക്കാലം ഇത്രയും ചോദ്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.